Good morning to all. Good morning, Miss. Okay. Then how are you all? എന്തൊക്കെ വിശേഷം സുഖാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ക്ലാസ്സിലായിട്ടില്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അമ്മയെ ഒലിവർ കഴിച്ചു മിസ്. എന്താണ് നേരത്തെ ഒരു ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? ആക്റ്റീവ് ആണോ? ആണോ? അല്ല. ഓക്കെ. സോ നമ്മള് പ്രീവിയസ് ക്ലാസ്സില് നമ്മള് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നോക്കിയത് അല്ലെ? മനസ്സിലായിരുന്നോ? ഫുള്ള് കംപ്ലീറ്റ് ചെയ്യോ നമ്മള്? പറയൂ, കംപ്ലീറ്റ് ചെയ്തോ? കുറച്ച് സെന്റൻസ് പറഞ്ഞായിരുന്നു. നെഗറ്റീവും പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി. ഓക്കെ. അപ്പൊ കുറച്ചിന് എക്സാമ്പിൾ നോക്കാല്ലേ, മലയാളം ട്രാൻസ്ലേഷൻ തന്നിട്ട് അതുപോലെ ജസ്റ്റ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിൽ തന്നെ കംപ്ലീറ്റ് ആയ ഒരു കാര്യം അല്ലെങ്കിൽ പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ക്ലാസ് ഇപ്പോ അല്ലെ ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, പ്രസന്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 10:30 to 11:30 ആണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ടൈം വരുന്നത്. സോ 11:30ക്ക് നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും. സോ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു കാര്യം പറയണമെങ്കിൽ നമുക്ക് എന്താ ഈ പറയുന്ന പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസിൽ തന്നെ അല്ലെങ്കിൽ പ്രസന്റിൽ തന്നെ കംപ്ലീറ്റ് ആകുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ എന്താണ്, നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആണ് അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ ഒരു ഹാസും ഹാവ് എവിടെയാ യൂസ് ചെയ്യണ്ടേ? സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മുടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിനെ കൂടെ നമ്മുടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ഹാസ് ഇസ് യൂസ്ഡ് വിത്ത് singular subjects and modal verb have is used with plural subjects. Okay, clear? ഇനി ഹാസും ഹാവിന് ശേഷം ആരും തെറ്റിക്കാൻ പാടില്ല. ഹാസും ഹാവ് അല്ലെങ്കിൽ ഹാഡ് മൂന്നിനും ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം, V3 ഫോം ആയിരിക്കണം, ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം. Don't forget that. ഓക്കെ, എപ്പോഴും അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്, മറക്കാൻ പാടില്ല. മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മലയാളം വെച്ചൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളതിന്റെ നെഗറ്റീവും പോസിറ്റീവ്സ് ഒക്കെ പഠിച്ചു അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. He has drunk water. He has drunk water. He has drunk water എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യണം? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ഹാസും ഹാവും ഒക്കെ എന്താണ്? മൊഡാൽ വെർബ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊരു മൊഡാൽ വെർബ് ആണ്. അപ്പോ നമ്മളിവിടെ ഈ സ്റ്റേറ്റ്മെന്റിനെ, ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? മൊഡാൽ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ആഡ് ചെയ്യാം അല്ലെ? അപ്പോ he hasn't. He hasn't. Has not എന്നാണ് പറയാ അല്ലെ? Has not ഷോർട്ട് ഫോം ആണ് hasn't. അപ്പോ he hasn't drunk water. He hasn't drunk water.
ആൻഡ് ഇതിപ്പോ നെഗറ്റീവ് ആണ്. ഇനി എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലെ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഹാസ് ഹി, ഫസ്റ്റ് വരെ ഹാസ് ഹി ഡ്രങ്ക് വാട്ടർ? Has he drunk water? And negative statement, or sorry, negative question. Hasn't he drunk water? Hasn't he drunk water? Okay. ഇതാണ് 4 ഫോംസ്. ക്ലിയർ ആണോ? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരത്തെ സിമ്പിൾ പ്രസന്റിൽ പഠിച്ച പോലെ തന്നെയാണ്. നമ്മൾ അവിടെ സർവീസിന്റെ കൂടെയാണ് നമ്മൾ നോട്ട് ചെയ്തതെങ്കിൽ ഇവിടെ മൊഡാലിസത്തിന്റെ കൂടെയാണ്. ആസിന്റെ കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്ന മൊഡാലിസം ഫസ്റ്റ് പാർട്ടിൽ. ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇപ്പൊ ഹാസിന്റെ കൂടെ നെഗറ്റീവ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? ഈ 4 ഫോംസ് ക്ലിയർ ആയോ? ഓക്കെ. കുറച്ചുകൂടെ നമുക്ക് എക്സസൈസ് ചെയ്യാം. റെഡി ആണോ? പറയട്ടെ, ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ പറയട്ടെ, മലയാളം സെന്റൻസ് പറയട്ടെ. ഓക്കെ. അവൻ അവളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൻ അവളുടെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടിൽ നിന്നല്ലേ പറയാ? അവളുടെ ഫ്രണ്ടാണോ? ഇങ്ങനെ എഴുതും. അവൻ അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവൻ അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. Okay. And the second one is ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അവൾ ക്ലാസ് റൂമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അവൾ ക്ലാസ് റൂമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അവൾ ക്ലാസ് റൂമിൽ വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്. അവൾ ക്ലാസ് റൂമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ അടുത്തത്, ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ, എല്ലാം മലയാളാണ്ടോ പറയുന്നേ, ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ എന്റെ റെസ്റ്റോറന്റിൽ വെച്ച്, അല്ലെങ്കിൽ എന്റെ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവൻ എന്റെ റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്.
അവൻ എന്റെ റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. അവൾ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. അവൾ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. അവൾ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഇത്രയും മതി കേട്ടോ. ഇത് നിങ്ങൾ ഓരോന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ മതി. അതിനുശേഷം ഈ പറയുന്ന പോലെ പിന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓരോന്നിന്റെയും പറഞ്ഞ 4 ടൈപ്സ് എഴുതി വെക്കുക. അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണമെന്നില്ല. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്നോട് പറയാം. ഓക്കെ, ക്ലിയർ? ആദ്യം നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. മനസ്സിലായോ? ഓരോന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് 4 ഫോംസ് എഴുതാം. അങ്ങനെ ഓരോന്നും എഴുതാം. നമ്മളിപ്പോ എത്ര എഴുതിയതെന്ന് പറയാമോ? കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഒരെണ്ണം കൂടെ പറയാലോ. അല്ലേ, 10 ആക്കാം. ഞങ്ങൾ പുതിയ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. തയ്ച്ചിട്ടുണ്ട് കേട്ടോ, തയ്ക്കുക അല്ലെ. ഞങ്ങൾ പുതിയ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. ഞങ്ങൾ പുതിയ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 ആയില്ലേ? ഇനി ഓരോന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ 4 ഫോംസ് എഴുതാം. അങ്ങനെ 10 കംപ്ലീറ്റ് ആയി. 10 നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്നോട് പറയും. ഓക്കെ, സോ പെട്ടെന്ന് എഴുതാട്ടോ. പെട്ടെന്നല്ല, സമയം എടുത്ത് എഴുതും. ആലോചിച്ച് മിസ്റ്റേക്സ് ഒന്നും വരാതെ ആലോചിച്ച് ടൈം എടുത്ത് എഴുതും. അതിൽ പ്രപ്പോസിഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോക്കി എഴുതാട്ടോ. ഓക്കെ, കഴിയുമ്പോ പറയണേ.
ഓക്കെ, ആരെങ്കിലും കംപ്ലീറ്റ് ആയോ? എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, കഴിയുമ്പോ പറയണം കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യും ആരെങ്കിലും. കേൾക്കുന്നുണ്ടോ? എഴുതുവാണോ? ഓക്കെ.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഒരുപാട് നേരമായല്ലോ. അടയിന് കഴിഞ്ഞോ? പറയൂ. അനുമോൾ, ദർശ, അന്ന, ഷംസീന, പറയൂ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഷംസീന ഒന്ന് വായിക്കൂ. അവൻ അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. He has written a letter to his friend. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. We have played cricket in the ground. ഓക്കെ, മറ്റേ ഫോംസ് ഒന്നും വായിക്കാറുന്നില്ലേ അപ്പോ? നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും. അയ്യോ, അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതാൻ പറഞ്ഞു. അത് എഴുതിയില്ല. അത് ഞാൻ പറഞ്ഞു. He hasn't written a letter to his friend. Has he written a letter to his friend? Hasn't he written a letter to his friend? Yeah. We have played cricket in the ground. We haven't played cricket in the ground. Have we played cricket in the ground? Haven't we played cricket in the ground? അവൾ ക്ലാസ് റൂമിൽ വെച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. She has sung a song from the classroom. ശരിയാണ്. He hasn't sung a song from the classroom. Has she sung a song from the classroom? Hasn't she sung a song from the classroom? ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. I have planted some plants in my garden. Okay. I have planted. I haven't planted some plants in my garden. Have I planted some plants in my garden? Haven't I planted some plants in my garden? Okay. ഇനി ഷംസീന ട്രാൻസ്ലേഷൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. I have woken up in the early morning. അത് ശരിയാണോ മിസ്സേ? woken up ആണോ? woken പറയാം, കറക്റ്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും പറയട്ടെ. എന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. My mother has cooked food. അവൻ എന്റെ റെസ്റ്റോറന്റിൽ വെച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. He has eaten food from my restaurant. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. They have gone to Canada. അവൾ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. She has bought a new car. ഞങ്ങൾ പുതിയ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. We have sewn a new dress. Yeah. Okay. Okay, ഷംസീന. ഇനി നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അന്ന. അന്ന കഴിഞ്ഞോ? വായിക്കൂ. He has written a letter to his friend. We have played cricket in the ground. We have sung a song from the classroom. I have planted some plants in my garden. I have woken up in the early morning. My mother has made the food. We have eaten food from my restaurant. They have gone to Canada. He has bought a new. We have stitched. Hello. ഓക്കെ. ഓക്കെ അന്ന. പറയാം കേട്ടോ. നെഗറ്റീവ്സ് എന്ന് പറയാവോ? ഫസ്റ്റ് സെന്റൻസ് നെഗറ്റീവ്സും പോസിറ്റീവ്സ് എന്ന് പറഞ്ഞേ. He hasn't written a letter to his friend. Has he written a letter to his friend? Has not he written a letter to his friend? Yeah.
Okay, Anna. Next, Anamol. Okay, thank you. He has written a letter. He has written a letter for his friend. We have played cricket in the ground. She has sung a song in the classroom. I have planted a few plants in my garden. I have got up early morning. My mother has cooked food. He has eaten food at my restaurant. They have gone to Canada. She has bought a new car. We have sewn a new dress. Say. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ മ്യൂട്ടാണ്. Okay, sorry, mute on. Anamol, she has sung a song in the classroom in negatives to positives to പറയും. She hasn't sung a song in the classroom. Has she sung a song in the classroom? Hasn't she sung a song in the classroom? Yeah, okay. Then next Iniara. Danisha. Danisha class letter. Then Sandra. Yes, ma'am. Okay, Sandra എഴുതിയോ? കഴിഞ്ഞോ? വായിക്കാം. അവൻ അവന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. നെഗറ്റീവ്, ഹി ഹാസിന്റ് റിട്ടൺ എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. വി ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. നെഗറ്റീവ്, ഹാവിന്റ് പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവൾ ക്ലാസ് റൂമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഷീ സാങ് എ സോങ് ഇൻ ദ ക്ലാസ് റൂം. നെഗറ്റീവ്, ഷീ ഡിഡിന്റ് എഴുതിയേ. ഹലോ, ഷീ ഡിഡിന്റ് സിങ് ഇൻ ദ ക്ലാസ് റൂം എന്നായിരുന്നു. ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഐ ഹാവ് പ്ലാന്റഡ് സം പ്ലാന്റ്സ് ഇൻ മൈ യാർഡ്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. മൈ മദർ ഹാസ് കുക്ക്ഡ് ഫുഡ്. നെഗറ്റീവ്, മൈ മദർ ഹാസിന്റ് കുക്ക്ഡ്. അവൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഈറ്റൺ അറ്റ് മൈ റെസ്റ്റോറൻറ്റ്. നെഗറ്റീവ്, ഹി ഹാസിന്റ് ഈറ്റൺ അറ്റ് മൈ റെസ്റ്റോറൻറ്റ്. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോ ടു കാനഡ. നെഗറ്റീവ്, ദേ ഹാവിന്റ് ഗോ ടു കാനഡ. അവൾ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. ഷീ ഹാസ് ബൗട്ട് എ ന്യൂ കാർ. നെഗറ്റീവ്, ഷീ ഹാസിന്റ് ബൗട്ട് എ കാർ. ഞങ്ങൾ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. വി ഹാവ് സ്യൂവൺ എ ന്യൂ ഡ്രസ്സ്. ഓക്കെ സാധന. അപ്പോ ഫസ്റ്റ് സെന്റൻസ് ഏതായിരുന്നു? അവൻ അവന്റെ ഫ്രണ്ടിന് ലെറ്റർ എഴുതിയിട്ടുണ്ട് അല്ലെ. ഹി ഹാസ് റിട്ടേൺ എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. നെഗറ്റീവ് എങ്ങനെയാ വരാ? ഹി ഹാസിന്റ് റിട്ടേൺ വരും. then has he returned, hasn't he returned. ഓക്കെ, ഇവിടെ നമ്മൾ നെഗറ്റീവ്സ് ചേർക്കേണ്ടത് തന്നിരിക്കുന്ന മൊഡാൽ വെർബിന്റെ കൂടെയാണ് കേട്ടോ. അവിടെ ഡിഡോ ഡസോ ഒന്നും ആവശ്യമില്ല, കാരണം ഡയറക്ട്ലി അവിടെ മൊഡാൽ വെർബ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ മാത്രം നമുക്ക് നെഗറ്റീവ്സ് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിമിഷ, നിമിഷ
ലേറ്റ് ആയി പോയി. ഓക്കെ. നിമിഷ കുറച്ച് മലയാളം സെന്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറഞ്ഞു. ശരി കൊടുത്തായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് മിസ്സേ, ഞങ്ങൾ തന്നെ എഴുതിയിട്ട് അതിനെ നെഗറ്റീവും പോസിറ്റീവ് ആക്കിയാൽ കുഴപ്പമില്ലല്ലോ? എന്തോ മിസ്സിന്റെ ക്ലാസ് ഞാൻ കേട്ടില്ല, അപ്പൊ ഞങ്ങൾ തന്നെ എഴുതിയിട്ട് അതിനെ നെഗറ്റീവും പോസിറ്റീവ് ആക്കിയാൽ മതിയോ? ഇല്ല, ഞാനിപ്പോ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മലയാളം പറയുന്നില്ല, മലയാളം എഴുതി വെക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഏതായിരുന്നു? അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. നിമിഷ എഴുതിക്കോളൂ കേട്ടോ. അവൻ അവന്റെ ഫ്രണ്ടിന് ലെറ്റർ എഴുതിയിട്ടുണ്ട്. Then second one is ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു, he has written a letter to his friend. And second one is ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ we have played cricket in the ground or on the ground. രണ്ടും പറയാം, മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ. We have played cricket. അല്ല, plural subject ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ have യൂസ് ചെയ്തത്. We have played cricket on the ground. Okay, negatives എങ്ങനെയാ പറയാം? We haven't played cricket. Have we played cricket? Haven't we played cricket എന്ന് വരും. Okay, and the third one is she. ഇത് തോന്നുന്നു അവൾ അല്ലെ, അതല്ലേ അവൾ ക്ലാസ് റൂമിൽ പാട്ട് പാടിയിട്ടുണ്ട്, അതല്ലേ? ഓക്കെ, അപ്പൊ she has sung. എന്താണ് sing, sang, sung ആണ് കേട്ടോ, അല്ലെ? sing, sang, അപ്പൊ sung ആണ് വരെ. She has sung a song in the classroom. From the classroom അല്ല കേട്ടോ, in the classroom ആണ്. Okay, in the classroom. She has sung a song in the classroom. Then ഇനി ഏതായിരുന്നു? അടുത്ത ഏതായിരുന്നു? പ്ലാന്റ് ആണല്ലേ. ഞാൻ എന്റെ ഗാർഡനിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്, അതല്ലേ? ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്റെ പൂന്തോട്ടത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. അതാകുമ്പോ എങ്ങനെയാ പറയാ? I have planted ആണോ? planted അല്ലെ? I have planted some plants in my garden. I have planted some plants in my garden. Okay, and the next one is പ്ലാന്റഡ് അല്ലല്ലോ, പ്ലാന്റ് അല്ല മിസ്സേ, ഇഡി ഉണ്ടോ അവിടെ? എന്തോ കേട്ടില്ല. ഇഡി യൂസ് ചെയ്യണോ? വേണ്ടല്ലോ. ഇഡി യൂസ് ചെയ്യണം. P3 ഫോം അല്ലേ? പ്ലാന്റിന്റെ ഇഡി ഫോം. പ്ലാന്റഡ് ആണ് കേട്ടോ. I have planted some plants in my garden. Okay, and the next one is ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. I have woken ആണ്. woken പറയാം, കുറച്ചുകൂടി ബെറ്റർ woken ആണ്. വേക്കപ്പ് അല്ലേ പറയാം നമ്മള്, അല്ലെ? വേക്കപ്പ് സിമ്പിൾ പ്രസന്റ് ആണ്. ഇതെന്താണ്? woken ആണ്, അതിന്റെ V3 ഫോം എടുക്കണം. അപ്പൊ I have woken early in the morning. woken up ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. I have woken early in the morning. I have woken early in the morning. I haven't woken. Have I woken? Haven't I woken? Okay, I have woken early in the morning. Then എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ? My mother has cooked food. My mother has cooked food. എന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. Then അവൻ എന്റെ റെസ്റ്റോറന്റിൽ വെച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്, അല്ലെ? അവൻ എന്റെ റെസ്റ്റോറന്റിൽ ഇരുന്ന് അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ വെച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. He has eaten food at my restaurant. At my ആണ്, at ആണ്. From യൂസ് ചെയ്യാൻ മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് പ്ലേസ് ആണ് മെൻഷൻ ചെയ്യുന്നു, അതുകൊണ്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ he has eaten food at my restaurant.
Then our കാനഡയിൽ പോയിട്ടുണ്ട് അല്ലെ. They have gone to Canada. അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. They have gone to Canada. Gone ആണ്, go with gone. അപ്പൊ gone ആണ് ഉണ്ടാവുക. They have gone to Canada. Then അവൾ ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. She has bought a new car. She has bought a new car. Bring bought. Bought ആണ്. She has bought a new car. She has bought a new car. And പിന്നെ ഏതാണ് ഞങ്ങൾ പുതിയ ഡ്രസ് തയ്ച്ചത് അല്ലെ. We have sewn new dress or new cloth. They have sewn new dress or new cloth. Okay, clear? മനസ്സിലായോ? ഇതാണ് the present perfect tense. നമ്മളെല്ലാം നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്തു, നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് കണ്ടുപിടിച്ചു, ഏകദേശം ക്ലിയർ ആയി അല്ലെ. ഇനി ഇതുമായി ബന്ധമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ വെർബിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നൗണിന്റെ കാര്യത്തിലൊക്കെ വരാണെങ്കിൽ നമുക്ക് ഈ ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെയാ പറയാം? എനിക്കൊരു കാർ ഉണ്ട്. എനിക്കൊരു കാർ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? I have a car. Yeah, I have a car. I have a car. എനിക്കൊരു കാർ ഉണ്ട്. കാർ എന്ന് പറയുന്ന നൗൺ ആണ്. അപ്പൊ നൗണിനും നമുക്ക് പറയുന്നത് ഹാവിംഗ് ഹാസ് യൂസ് ചെയ്യാം. അത് ഉണ്ട് എന്നൊരു അർത്ഥം വരും. ഉണ്ട്. ഓക്കെ. ഇനി അവൾക്കൊരു കാർ എന്താണെങ്കിലോ? അവൾക്കൊരു കാറുണ്ട്. അവൾക്കൊരു കാറുണ്ട്. She has a car. Okay. She has a car. I have a car. She has a car. The car അല്ലാട്ടോ. She has the car. ഒരു കാർ. ആർട്ടിക്കിൾ കുറിച്ച് ഞാൻ പറഞ്ഞുതരാട്ടോ. ഒരു ദിവസം ഞാൻ പറയും ആർട്ടിക്കിളും പഠിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഹാസ് ഹാവ് ഇങ്ങനെ യൂസ് ചെയ്യണം. എവിടെ യൂസ് ചെയ്യണം? വെർബിന്റെ കൂടെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നൗണിന്റെ കൂടെ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായോ? ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ മൂന്ന് ടെൻസും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ മൂന്ന് ടെൻസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, മനസ്സിലായോ? നമ്മളിപ്പോ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് മൂന്ന് ടെൻസ് പഠിച്ചു. ഇനിയുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് ഈ 4 ടെൻസ് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആകും. പ്രസന്റ് ടെൻസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ ടെൻസും സിമ്പിൾ ആയിരിക്കും കേട്ടോ. മീൻസ് പാസ്റ്റ് ടെൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ പറയുന്ന പ്രസന്റ് ടെൻസ് പഠിക്കാം. ഓക്കെ, എന്താണ് സൈലന്റ് ആണല്ലോ? എങ്ങനെയുണ്ടായിരുന്നു ടെൻസ് പഠിച്ചപ്പോ? എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ വിചാരിച്ചത്രയും ടഫ് ആണോ? നിങ്ങൾ എനിക്ക് മുന്നേ ടെൻസ് പഠിച്ചത് എങ്ങനെയാണ്? ഇതുവരെ ഓക്കെയാണ്. ഇതുവരെ ഓക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നിങ്ങൾ എനിക്ക് മുന്നേ ടെൻസ് പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സംസാരിച്ചൂടെ? ഇതിനാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ടെക്സ്റ്റ് ചെയ്യുള്ളൂ, സംസാരിക്കും. വൈ? എന്തുകൊണ്ട്? സംസാരിക്കൂ. സംസാരിക്കൂ. ഫസ്റ്റ് ടൈം ആണ് ഫ്രണ്ട്സ് പഠിക്കുന്നത്. അനു
ഇങ്ങനെ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഓരോ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. പക്ഷെ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിപ്പം ടെൻസ് മൊത്തം 3 ഇപ്പം പഠിച്ചത് ഇപ്പൊ ആദ്യമായിട്ടാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് മുന്നേ പഠിച്ച ടെൻസ് എങ്ങനെയാ പഠിച്ചത് നിങ്ങള്? ഓർമ്മയില്ല. ഞാൻ മറന്നു, 2-3 വർഷം മുമ്പാ. അതെന്തെങ്ങനെ ഹാവ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. മീൻസ് ഹാവ് എവിടെ യൂസ് ചെയ്യണം, അങ്ങനെ ഹാസ്, അങ്ങനെ സിമ്പിൾ മെത്തേഡൊക്കെ ഉപയോഗിച്ചാൽ അതിങ്ങനെ പാസ്റ്റ് ടെൻസ് ഇങ്ങനെ വരണം, അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ എടുത്ത് പഠിപ്പിച്ചിട്ടില്ല. ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു മിസ്സേ, മറ്റേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷില്. പക്ഷെ അതൊരു ടേബിൾ ആയിരുന്നു മൊത്തം, എല്ലാം കൂടെ ഒരു ടേബിള്. ഇങ്ങനെ എക്സാമ്പിൾസ് ഒന്നും അധികം എഴുതാണ്ട് പഠിച്ചോണ്ടൊന്നും മനസ്സിലായില്ല. ടെൻസ് ഞാൻ ഇരിക്കും ഒരു ടെൻസ് എനിക്ക് ഓർമ്മയില്ല, എങ്ങനെയാ പഠിച്ചതെന്ന് ഓർമ്മയില്ല. ഇതുപോലൊക്കെ തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. നമുക്ക് പണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് കിട്ടുമായിരുന്നു പഠിക്കുന്ന ടൈമില്. അത് വായിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കിളിപോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബുക്ക് ഉണ്ട് കേട്ടോ, ഞാനൊന്ന് വായിച്ചു നോക്കുക. കാരണം ഫുള്ള് മലയാളത്തിലായിരിക്കും അല്ലെ. ഏറ്റവും പ്രശ്നം അതാണ്, മലയാളത്തിലേക്ക് എല്ലാം കൊടുക്കും. നൗം എന്ന് പോലും നാമം എന്ന് കൊടുക്കും. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മലയാളം തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ശരിയല്ലേ? അപ്പൊ അതിനിടയിൽ അങ്ങനത്തെ ഒരു മലയാളം സ്പോക്കൺ ഇംഗ്ലീഷിൽ മലയാളം കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അതിനിടയിൽ ഹാവ്, ഒരു ടെൻസിനെ കുറിച്ച് ഭയങ്കര കുറെ എക്സ്പ്ലനേഷൻ, അതൊക്കെ വായിക്കുമ്പോ തന്നെ ഫുള്ള് കിളി പോകുകയാണ്. നമുക്ക് ഭയങ്കര എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നും. ശരിയല്ലേ? എനിക്ക് ആലോചിക്കാറുണ്ട്, എനിക്കിപ്പോഴാണ് കുറച്ചുകൂടെ ചിന്തിക്കുന്നത്. ഞാനിപ്പോ ചില ബുക്ക് കൈ കിട്ടുമ്പോൾ ഞാൻ വായിക്കാറുണ്ട്. അതായത് നമുക്ക് സ്ട്രെയിറ്റ്ലി മൂക്ക് പിടിക്കുന്നതിന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് അല്ലാതെ എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുമല്ലോ, എപ്പോഴെങ്കിലും ഞാൻ ടീച്ചറാകുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ? ഒരുപാട് വലിച്ചു നീട്ടിയാ പറയുന്നത്. വേറെ ആരെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചതോ അല്ലെങ്കിൽ ടെൻസ് പഠിച്ച അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ ഉണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു? ആ ഒരു മൊമെന്റ് പഠിച്ചതിനെ കുറിച്ച് ഓർമ്മയില്ല അല്ലെ? എങ്ങനെയാണ് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്? മനസ്സിലാവാത്തോണ്ടാണല്ലോ നിർത്തി പോയത് അല്ലെ? അപ്പൊ എങ്ങനെ പഠിപ്പിച്ചു എന്ന് അന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ശരിയല്ലേ? ഇതാണെന്ന് ഇല്ലാതെ ഉണ്ടെന്നില്ലല്ലോ ആരും. അപ്പൊ ടെൻസ് ഓക്കെയാണ്. ഇപ്പൊ ഹാവ് കുറിച്ച് ഡൗട്ട്സ് ഇല്ല. പൊതുവെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെ, ഹാവ് എങ്ങനെ യൂസ് ചെയ്യണം, ഹാസ് എങ്ങനെയാണ്. എല്ലാവരും സംസാരിക്കുമ്പോൾ ഈ ഹാവ് ഒക്കെ എങ്ങനെയാ യൂസ് ചെയ്യണ്ടേ എന്ന് എനിക്ക് ഉണ്ടായതാണ്. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഹാവ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണാവോ കറക്റ്റ്ലി യൂസ് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്കും ഏകദേശം ഐഡിയ ഉണ്ട്. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ടെൻസിന് ടച്ച് വിട്ടുപോകാൻ പാടില്ല കേട്ടോ. എപ്പോഴും വരുന്ന നോക്കുക, ഓരോ പ്രാവശ്യം പഠിക്കാൻ നോക്കുക, ഡെയിലി പഠിക്കാൻ നോക്കുക. ഓക്കെ? ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ബോറിംഗ് ആണോ ക്ലാസ്? സത്യം പറഞ്ഞു, ബോറിംഗ് ആണോ? ഇല്ല, സമയം കിട്ടുന്നില്ല. ബോറിംഗ് അല്ല. സമയം തികയുന്നില്ല. സമയം തികയുന്നില്ല. അല്ല, മീൻസ് പഠിപ്പിച്ച് അങ്ങനെ മറ്റേ എക്സാമ്പിളൊക്കെ വരുമ്പോഴേക്ക് അല്ലേ. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വർക്ക് തന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാറുണ്ടോ? വർക്ക് വന്ന് നമ്മൾ ക്യാമറ ഒക്കെ ഇരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ബോറിംഗ് തോന്നാറുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ലല്ല. ഓക്കെ. എനിക്കറിയില്ല, കാരണം നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാകും ക്ലാസ്, അല്ലെങ്കിൽ വർക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നുണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ മൈൻഡ് ചെയ്യുന്നല്ലോ. സോ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.